നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നടക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. ബിക്കോസ് ഹിസ് സ്പിരിറ്റ് ഈസ് വിത്തിൻ us. അവൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്, നമ്മൾ അവനിൽ അവസിക്കുന്നത്. രക്ഷയുടെ സന്തോഷം എപ്പോഴോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ പ്രശ്നം, ഇത് നഷ്ടപ്പെട്ടാലും അറിയത്തില്ല, കിട്ടിയതും പലർക്കും അറിയത്തില്ല എന്തുവാണ്. രക്ഷ ഒരു ദൈവദാസൻ തന്നതല്ല, ഒരു പാസ്റ്റർ തന്നതല്ല. യേശുവ രക്ഷ തന്നെങ്കിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ടത് യേശുവിനോടാ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് 51 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം. ഒന്ന് വായിച്ചാട്ടെ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങേണമേ. ആമേൻ. നാം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണം. കർത്താവേ, ഞങ്ങളുടെ പരിചയങ്ങളോ കർത്താവെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. ഓരോരുത്തരെയും ദൈവം ബ്ലസ് ചെയ്യണം പിതാവ്. എന്തിനാണ് ദൈവം ഞങ്ങളെ വിളിച്ചത്? എന്തിനാണ് ദൈവം ഞങ്ങളെ രക്ഷിച്ചത്? കർത്താവെ, എന്തുമാണ് ഇതിന് ശേഷം ഞങ്ങളുടെ ജീവിതം? എങ്ങനെ ഞങ്ങൾ ജീവിക്കണം? കർത്താവെ, ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രാപിക്കുവാൻ മാത്രമാണോ? എന്തുമാണ് ഞങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം ഒക്കെ മനസ്സിലാക്കാൻ വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണം. അടിയനെ ഉപയോഗിക്കണം. അടിയനോട് സംസാരിക്കണം. നിൻ്റെ മക്കളോട് സംസാരിക്കണം. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ ആരാധിച്ച സമയം തൊട്ട് ഓരോ നിമിഷവും ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നതുകൊണ്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിനും കുറവില്ലല്ലോ പിതാവേ, സ്തോത്രം. കാനായിലെ കല്യാണത്തിന് കർത്താവ് വന്നതുകൊണ്ട് ആ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നപ്പോൾ പോലും കർത്താവെ ആരും അറിയാതെ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത ഒരു കർത്താവ് ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് സ്തോത്രം. ഓരോരുത്തരുടെയും വേദനകൾ അറിയുന്ന ദൈവം ഞങ്ങളുടെ നടുവിലുള്ളതുകൊണ്ട് സ്തോത്രം. വചനത്തിലൂടെ അവിടുന്ന് സംസാരിക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു, പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവെ, അതിനെതിരെ നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും ശാസിച്ച് അതിൻ്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാവുന്ന വചനമാണ്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പോൾ ദാവീദിന് അതെവിടോ നഷ്ടപ്പെട്ടു. സ്തോത്രം. അറ്റ്ലീസ്റ്റ് ദാവീദിന് അത് മനസ്സിലാക്കാൻ പറ്റി. എവിടോ രക്ഷ നഷ്ടപ്പെട്ടെന്നല്ല ഞാൻ പറയുന്നത്, രക്ഷയുടെ സന്തോഷം എപ്പോഴോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ പ്രശ്നം, ഇത് നഷ്ടപ്പെട്ടാലും അറിയത്തില്ല, കിട്ടിയതും പലർക്കും അറിയത്തില്ല എന്തുവാണ്. because this is our problem. Where is our position in Christ? Nobody knows. Amen. Praise the Lord. ഇത് എന്തിനാ കിട്ടിയെന്ന് ചിലർക്കും അറിയത്തില്ല, ഇതെങ്ങനാ കൈകാര്യം ചെയ്യേണ്ടതെന്നും പലർക്കും അറിയത്തില്ല. പക്ഷേ ദാവീദിനൊരു വീഴ്ച വന്നപ്പോൾ അവൻ്റെ കണക്ഷൻ ഡിസ്കണക്റ്റഡായി. നമുക്കറിയാം, മൊബൈൽ വി ഹാവ് ഇൻ അവർ ഹാൻഡ്സ്. നെറ്റിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇതിൻ്റെ കണക്ഷൻ പോയാൽ നമുക്കറിയാം എല്ലാം ഒന്നുമില്ല, കറങ്ങി നിൽക്കും. ആമേൻ. പക്ഷെ എത്ര പേർക്കറിയാം ദൈവവുമായിട്ട് കണക്ഷൻ പോയിട്ട് ഹല്ലേലൂയ ആയിരിക്കുന്നവരെത്ര പേരിവിടെ ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് വലിയ ഡീപ്പ് തിയോളജി ഒന്നുമല്ല പറയുന്നത്. വി റീകണക്ട് ടു ഗോഡ്. ആമേൻ. Hallelujah. If we reconnect to God, this is the time to reconnect to God. Amen. നമുക്ക് hallelujah ഈ ചർച്ചിന്, ഈ ബിൽഡിംഗ് കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. God is not going to come to take this building. അവൻ്റെ ശരീരമാകുന്ന എന്നെയും നിങ്ങളെയും കൊണ്ടുപോകാനാ. ക്രിസ്തുവാ ഒന്ന് പറഞ്ഞ്, ക്രിസ്തുവാ നമ്മുടെ തലയെങ്കിൽ ഈ കൂടിയിരിക്കുന്ന നമ്മളെല്ലാം ചേരുന്നതാ ശരീരം. We are together the body of Christ. How many of you believe? How many of you believe? Hallelujah. ഈ ചർച്ചിൻ്റെ ബിൽഡിംഗ് കൊണ്ടുപോകത്തില്ല. Hallelujah. സ്തോത്രം. ഈ വ്യവസ്ഥയിൽ വിട്ട് നടക്കുന്ന നടത്തിപ്പുകാരെയും കൊണ്ടുപോകത്തില്ല. ആമേൻ. ഞാൻ ഇന്നലെ ആരോട് പറയുമായിരുന്നു, നമ്മൾ കർത്താവിനെ അവനെ ഇവനെ എന്നെങ്കിലും വിളിക്കും. നമുക്ക് പ്രായമുള്ള ഒരാളെ ചെന്ന് അവനെന്ന് വിളിക്കാൻ പറ്റുമോ? 2000 പരം വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് ജീവിച്ചിരുന്നതാണ്. നാം കർത്താവിനെ അവനെ നീ എന്നൊക്കെ വിളിക്കും. പല പ്രായമുള്ളവരടുക്ക് ചെന്ന് നീ എന്നൊക്കെ വിളിച്ച വിവരം അറിയും.
ഒരു 40 വയസ്സുകാരനെ പോലും കയറി വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, ഞാൻ നിൻ്റെ സമപ്രായക്കാരനാണെന്ന് ചോദിക്കും. അമേൻ, അമ്മേ, അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അമേൻ. അതുകൊണ്ട് ദാവീദ് പറയുന്നു, എൻ്റെ രക്ഷയുടെ, എന്നോട് കർത്താവ് പറയാൻ ഇതാ പറഞ്ഞത്, ആരോടെങ്കിലും ദൈവം ഇടപെടും. എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണം. ഒരുപക്ഷെ രക്ഷ പ്രാപിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ സന്തോഷം ഇന്നില്ല. എന്തിനാ പ്രാപിച്ചെന്നറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്നു, രക്ഷയുടെ സന്തോഷം നീ മടക്കി പ്രാപിക്കണം. ഹല്ലേലൂയ. ലോകത്തില് ഹല്ലേലൂയ സ്തോത്രം പല സന്തോഷങ്ങളുമുണ്ട്, അത് ലോകം കൊണ്ട് അവസാനിക്കും. എന്നാൽ ഹല്ലേലൂയ ഇംഗ്ലീഷിൽ പറയുന്നത് ജോയ് ഓഫ് സാൽവേഷനാ, ആനന്ദമാ നമുക്ക് ദൈവത്തിൽ ലഭിക്കുന്നത്. ജോയ അത് ഒരിക്കലും എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടല്ല, എനിക്ക് കർത്താവിനെ കിട്ടിയത് കൊണ്ടുള്ള ആനന്ദമാ, അതെൻ്റെ മരണം വരെയുള്ള ആനന്ദമാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ഞാൻ ദൈവത്തെ സേവിക്കുന്നത്. ഹല്ലേലൂയ. നോബഡി ഈസ് പേയിങ് മീ. പക്ഷേ എന്നെ രക്ഷിച്ച, ചേറ്റിക്കിടന്ന, പാപത്തിൻ്റെ കുഴിയിൽ കിടന്ന, ആർക്കും വേണ്ടാതെ കിടന്ന, നാറ്റം വമിച്ച എന്നെ എനിക്കറിയാം. പൗലോസ് പറയുന്നത് പോലെ ആ പാപിയില് ഞാൻ ഒന്നാമൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇവിടെ നിൽക്കാൻ വന്ന യോഗ്യത ദൈവം തന്നതാ, വിളിച്ചു തന്നതാ. ഞാൻ നീതിമാനായിട്ടല്ല, ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല. ഈ മേഡ് മീ പെർഫെക്റ്റ്. അവൻ എന്നെ നീതീകരിച്ചു. രക്ഷയുടെ സന്തോഷം എനിക്ക് മടങ്ങി വേണം. ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഐ നീഡ്, ഹല്ലേലൂയ, മറ്റെന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് ഈ സന്തോഷം വേണം. ബിക്കോസ് നോബഡി നോ ദാറ്റ് വെൻ അവർ ഇറ്റേണിറ്റി വിൽ കം. Nobody know that. We are sitting here today. Nobody knows when we will depart from this world. ഇങ്ങനെ പറയുന്നത് പോലെ മരണമുണ്ടെന്നറിയാം, പക്ഷെ സമയം അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഭയപ്പെടണം. സഭ ക്രിസ്തുവിൻ്റെതാ. ഹല്ലേലൂയ. നമുക്ക് കുറിവാക്യത്തിലേക്ക് വരാം. രക്ഷയുടെ സന്തോഷം, ഹല്ലേലൂയ, എനിക്ക് മടക്കി തരണം. ജോയ് ഓഫ്, നമുക്ക് ദാവീദിൻ്റെ ജീവിതത്തിൽ അറിയാം, ബത്സബേയുമായിട്ട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നാഥാം പ്രവാചകൻ കൊട്ടാരത്തിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പണ്ട് ഒരു ദൈവദാസനോട് സംസാരിച്ചപ്പം, നമ്മളും വല്ലോ ആയിരുന്നെങ്കിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു കുറ്റം പറഞ്ഞതാ, വ്യഭിചാരപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത കാര്യം അന്ന് ഭരിക്കുന്ന രാജാവിൻ്റെ അടുക്ക് നാഥാൻ പറഞ്ഞായിരുന്നെങ്കിൽ, ഇന്നത്തെ രാജാവായിരുന്നെങ്കിൽ നാഥാൻ്റെ തല വെട്ടിയേനെ. പക്ഷേ ദൈവത്തെ ഭയപ്പെട്ട ദാവീദിന് മനസ്സിലായി കണക്ഷൻ പോയെന്ന്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് അറിയായിരുന്നു ആരാ സിംഹാസനത്തിൽ ഇരുത്തിയെന്ന്. ഇന്ന് പലപ്പോഴും നമുക്ക് പോലും അറിയത്തില്ല ആരാ രക്ഷിച്ചതെന്നോ, നമ്മൾ എവിടെ ആയിരുന്നെന്നോ. വേറെ പൊസിഷൻ ബിഫോർ നോയിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വന്ന് നമ്മൾ എന്തു വളർന്നു, എത്ര സന്തോഷം അനുഭവിച്ചു, എത്ര വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും അത് മറന്നുപോനാ. പക്ഷെ രാജാവ് മറന്നില്ല. വന്ന വഴി നാഥാൻ പറഞ്ഞ ഉടനെ നാഥാനെയല്ല കണ്ടത്, ദൈവത്തെയാ കണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഭയപ്പെടണം. രക്ഷ ഒരു ദൈവദാസൻ തന്നതല്ല, ഒരു പാസ്റ്റർ തന്നതല്ല. യേശു ആ രക്ഷ തന്നെങ്കിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ടത് യേശുവിനോടാ. ഹല്ലേലൂയ. സഭയില് ബോഡി ഓഫ് ക്രൈസ്റ്റ് നാം ആയിരിക്കുന്നതിന് രക്തം കൊടുത്തവനുണ്ട്. അവൻ കണക്ക് ചോദിക്കും. He paid a ransom in the Calvary. He will ask you one day, each and everything. It is noted there. Hallelujah. നീ സംസാരിക്കുന്നത്, നീ പാരവെക്കുന്നത്, നീ പണിയുന്നത്, നിന്റെ ഓരോ കാര്യങ്ങളെയും അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ഇവിടെ നമുക്ക് ഷൈൻ ചെയ്യാം. ആ കർത്താവിന്റെ മുമ്പിൽ നാം നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് പറ, രക്ഷ എനിക്ക് നഷ്ടപ്പെട്ടെന്നല്ല, ആ സന്തോഷം എനിക്ക് അന്നുള്ളതില്ല. അത് മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എനിക്ക് ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഐ ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് ഗോഡ് ടുഡേ, തിരിച്ചു വാ. നമുക്കറിയത്തില്ല when our eternity will come. ഹല്ലേലൂയ. ഒരുങ്ങിയിരിക്കണം.
ഹല്ലേലൂയ. ദാവീദിനത് മനസ്സിലായി. നമുക്ക് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? രക്ഷയുടെ സന്തോഷം അമ്പേ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അത് ദൈവമക്കൾ അറിയുന്നില്ല. ഹല്ലേലൂയ. അവരെന്തിനോ വേണ്ടി ഓടുന്നു. അവർ സൺഡേയിൽ ചർച്ച് വരുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് ഹല്ലേലൂയ ഓരോ നിമിഷവും ഈ രക്ഷയുടെ സന്തോഷം, ഓരോ നിമിഷവും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ വരുമ്പോഴല്ല, പാട്ട് പാടുമ്പോഴല്ല. അങ്ങനെയുള്ളവർ പാട്ട് പാടുമ്പോൾ അടങ്ങിയിരിക്കത്തില്ല. ആമേൻ. അവൻ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യും. ബിക്കോസ് അവൻ്റെ കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വരാം. അപ്പം ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് നാഥാൻ പറഞ്ഞ ഉടനെ ഹല്ലേലൂയ. അതിനുശേഷം എഴുതിയ സങ്കീർത്തനമായത്. ഹല്ലേലൂയ. അതിനുശേഷം എഴുതി, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പം തൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടു. ആമേൻ. ആത്മീയ കണക്ഷൻ ദൈവമായിട്ട് പോയി. അന്ന് നമുക്ക് ലഭിച്ച രക്ഷ ദാവീദിന് ലഭിച്ചിട്ടില്ല. നമ്മൾ പിന്നെയും ഭാഗ്യവാന്മാരാ. എന്നും നിലനിൽക്കുന്ന ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. ദാവീദിന് അതില്ല. അത് ആത്മാവ് പോയാൽ പിന്നെ ഹല്ലേലൂയ വരാൻ ബുദ്ധിമുട്ടാണ്. ഓരോ പർപ്പസിനെ ആത്മാവ് വരത്തുള്ളൂ പഴയ നിയമത്തിൽ. ആമേൻ. ദൈവത്തിൻ്റെ എന്തെങ്കിലും പർപ്പസ് ചെയ്യാനേ അവൻ്റെ മേൽ അഭിഷേകവും ആത്മാവും വരത്തുള്ളൂ. അപ്പം തൻ്റെ കണക്ഷൻ പോയി കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുക. ഹല്ലേലൂയ. എന്തുവാ? ബത്ശബയുമായിട്ട് പാപം ചെയ്തു. ബത്ശബയുടെ ഭർത്താവിനെ കൊന്നു, ചതിച്ചു, ദൈവഹിതത്തിൽ നിന്നും വീണു. മനസ്സിലാക്കിയ ദാവീദ്, നിഷ്കളങ്കതയുള്ള ദാവീദ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമെന്ന് ബൈബിള് വിളിക്കുന്ന, ദൈവം വിളിക്കുന്ന ദാവീദ്, ഹല്ലേലൂയ, ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കമന്നു വീണു. ഹല്ലേലൂയ. പറയുക, കർത്താവേ നിൻ്റെ ആത്മാവിനെ എനിക്ക് മടക്കിത്തരണം. ബിക്കോസ് ഞാൻ ഓർക്കും, ഈ ലോകത്തിൽ ഏത് സന്തോഷമാണ് ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കുന്ന സന്തോഷം. എന്തെങ്കിലും എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അതിൽ കൂടുതൽ അറിയാമോ? എന്തോ വലിയ, എൻ്റെ കയ്യിൽ 1000 രൂപ ഇരുന്നാലും 1 ലക്ഷം ബാങ്കിൽ കിടന്നാലും എത്ര മിനിറ്റ് സന്തോഷമുണ്ട്. എന്നാൽ 10 രൂപ ഇല്ലാതിരുന്നിട്ടുണ്ട്. 1000 വരുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. ആമേൻ. പക്ഷേ എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം, ഇവിടെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. സ്തോത്രം. അതെൻ്റെ ഭാര്യയ്ക്ക് തരാൻ പറ്റത്തില്ല. എനിക്കൊരു വേദന വരുമ്പോൾ, എനിക്കൊരു നീറ്റൽ വരുമ്പോൾ, എനിക്കൊരു ഭാരം വരുമ്പോൾ അതിറക്കി വെക്കുവാൻ ഓടിപ്പോയി പറയാൻ എൻ്റെ യേശുവല്ലാതെ ആരുമില്ല. ഹല്ലേലൂയ. അങ്ങനൊരു ബന്ധമുള്ളവര് ദൈവത്തെ ആവേശത്തോടൊന്ന് സ്തുതിക്കുക. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ബന്ധം കർത്താവുമായിട്ട് ഉറച്ചു വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ ദാവീദിനെ പോലെ തൻ്റെ കുറ്റം കാണുമ്പോൾ, എനിക്ക് കണക്ഷൻ നഷ്ടപ്പെട്ടു, എനിക്ക് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ഞാൻ മടങ്ങി വരണമെന്നുള്ള ബോധം ഹല്ലേലൂയ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് വന്നതുപോലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് പാരമ്പര്യം പറയാനുണ്ട്. ഞാൻ ആ സഭയുടെ മെമ്പറാണ്. ഹല്ലേലൂയ. ഇതൊന്നും നമ്മളെ പിൻപറ്റത്തില്ല. ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഓൾ അബൌട്ട് യു ആൻഡ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിൽ, ഇഫ് യു ഹാവ് കണക്ഷൻ വിത്ത് ജീസസ്, ഹല്ലേലൂയ, യു വിൽ ഹാവ് എ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. അതർവൈസ് യു ആർ നോവെയർ ഇൻ ക്രിസ്ത്യൻ ലൈഫ്. യു ആർ നോവെയർ ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ. നമുക്ക് പറയാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ പദവികൾ പറയാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ മാന്യതകൾ പറയാൻ പറ്റും. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തെന്ന് പറയാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ ആരാധന ലീഡ് ചെയ്തെന്ന് പറയാൻ പറ്റും. ഞാൻ പ്രസംഗിച്ചെന്ന് പറയാൻ പറ്റും. പക്ഷേ എനിക്കൊരു കണക്ഷൻ വേണം. യേശുവുമായിട്ട് എനിക്കൊരു ബന്ധം വേണം. അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, എവറി മോമെന്റ് ഇഫ് യു ആർ റെഡി, ഗോഡ് ഈസ് റെഡി ടു ടോക്ക് ടു യു. നമ്മൾ സമ്മതമാണെങ്കിൽ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ സമ്മതമാണെങ്കിൽ, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, യേശു എല്ലാ നിമിഷവും നമ്മളോട് സംസാരിക്കും. ആമേൻ. ഞാൻ അനുഭവസ്ഥന എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഇവിടെ മോനിയോട് ഞാൻ പറഞ്ഞ ഒരു വലിയ പ്രശ്നത്തിന് നടുവിലാണ് ഞാൻ പ്രാക്ടീസിന് വന്നത്. ഞാനൊരു ഓഫീസിൽ ഇരുന്നോണ്ട് പാട്ട് ടൈപ്പ് ചെയ്ത് അയച്ചത്. അവിടുന്ന് അവർ പറഞ്ഞു, വൈകിട്ട് എനിക്കൊരു മുദ്രപത്രം വേണമായിരുന്നു ഒരു കാര്യത്തിന്, ഒരാൾ കൊടുത്തുവിടാൻ, സൈൻ ചെയ്യണം. എൻ്റെ ലാൻഡ് ലോഡ് മസ്കറ്റില്ല. നാളെ ഒരാൾ പോകുന്നുണ്ട്, എനിക്ക് പ്രാക്ടീസിനോട് വരണം. മുദ്രപത്രം അവിടെ നോക്കിയിട്ട് കിട്ടുന്നില്ല.
ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് എനിക്ക് പ്രാക്ടീസിന് പോകണം. ഞാൻ അത് ഇട്ടിട്ട് പ്രാക്ടീസിന് വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ചു, മുദ്രപത്രം കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന് എന്ത് വിട്ടിട്ടിറങ്ങിയാലും കർത്താവ് ടേക്ക് കെയർ ചെയ്തോളൂ. അനുഭവം ഞാൻ പറയുന്നത്. ആമേൻ. വെൻ വി സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്, ഹി വിൽ സ്റ്റാൻഡ് ഫോർ യു. ആമേൻ. ഈ ദിവസങ്ങളിൽ എന്തിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? അവന് വേണ്ടി എന്തെങ്കിലും പ്രയോജനപ്പെടാനാ. ആമേൻ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാനല്ല. എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇനിയും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. ഒരു പുതിയ തീരുമാനം, ഹല്ലേലൂയ, എനിക്ക് ഈ രക്ഷയുടെ സന്തോഷത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ഒന്ന് ചെയ്യണം. ഇനി ഒരു ജീവിതം നമുക്ക് കിട്ടത്തില്ല. You have to do something. ദൈവസഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ, ഹല്ലേലൂയ, ഒരവസരം എന്താണെങ്കിൽ, എന്തിന് കാര്യത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനാണോ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഐ ഡോണ്ട് ബിലീവ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഞാൻ വീട്ടിൽ എന്തെങ്കിലും ചെയ്താൽ പോലും കിട്ടത്തില്ല. ഹല്ലേലൂയ. കരമടിച്ചെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമതായിട്ട് നിന്റെ മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനെ എനിക്ക് തരണം. ആമേൻ. നമുക്ക് വായിക്കാം മാത്യു 26:41. എനിക്ക് മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനെ തരണം. നിന്റെ സന്തോഷം എനിക്ക് മടക്കി, രക്ഷയുടെ സന്തോഷം മടക്കി തരണം. രണ്ടാമതായിട്ട് മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനെ എനിക്ക് തരണം. ലോർഡ്, ഗിവ് മീ എ ഹല്ലേലൂയ മൈൻഡ്, ഗിവ് മീ എ സ്പിരിറ്റ് പ്രിപ്പയർഡ് ഫോർ ഗോഡ്. ഹല്ലേലൂയ. കർത്താവുമായിട്ട് കണക്ഷനുള്ള ഒരു സ്പിരിറ്റ് എനിക്ക് വേണം. ആമേൻ. പൗലോസ്, ഹല്ലേലൂയ, ഡേവിഡ് പറയുക, വില്ലിംഗ് സ്പിരിറ്റ്, അപ്ഹോൾഡ് മീ വിത്ത് എ വില്ലിംഗ് സ്പിരിറ്റ്. ഇംഗ്ലീഷിൽ ഹല്ലേലൂയ വായിച്ചാട്ട്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, പരീക്ഷയിൽ നാം അകപ്പെടാതിരിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പരീക്ഷയിലാണ് ദാവീദ് അകപ്പെട്ടത്. ഹല്ലേലൂയ. നാം അകപ്പെടാതിരിക്കാൻ ആത്മാവിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് ആവശ്യമാണ്. ദേഹം, ദേഹി, ആത്മാവ്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ നമ്മുടെ ദേഹിയില മൈൻഡ്, ഇൻ്റലക്റ്റ്, ഇമോഷൻസ് ഒക്കെ വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്നർ മാൻ അകത്ത് നമ്മുടെ മൈൻഡുണ്ട്, ഒരു ഇന്നർ സെൽഫുണ്ട്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ആ ഇന്നർ സെൽഫ്, ആ മൈൻഡും കർത്താവിൻ്റെ ആത്മാവുമായിട്ട് കണക്റ്റ് ആകണം. ഹല്ലേലൂയ. ഒരു ജഡമനുഷ്യന് ജഡപരമായ ചിന്തകളാണ് വരുന്നെങ്കിൽ, ആത്മാവിൽ രക്ഷിക്കപ്പെട്ട നമ്മുടെ മേൽ ആത്മാവിൻ്റെ കണക്ഷൻ വരുവാനിടയായി തീരണം. ദെൻ വി വിൽ കണക്ട് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് നമ്മളോട് പറയും ഏത് വഴിയാ പോകുന്നതെന്ന്, പോകണ്ടെന്ന് പറയും. ഹല്ലേലൂയ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനമാണ്. നമുക്കെപ്പോഴും അറിയാം, നല്ലത് ചെയ്യാൻ നമുക്ക് എല്ലാ ആഗ്രഹമുണ്ട്, എനിക്കുമുണ്ട്, കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. പക്ഷേ ജഡം പുറമേ പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റും. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മീകമായിട്ടൊരു വില്ലിങ് ഉള്ളവരാണെങ്കിൽ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടൊരു കണക്ഷൻ ആണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞാനിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ പറയും, ദൈവമേ ആത്മാവിനെ ഇൻസ്പയർ ചെയ്യണം, അതിലോട്ട് പോകാൻ എന്നെ ഇടയാക്കല്ലേ, എൻ്റെ ടൈം വെറുതെ കളയാൻ ഇടയാക്കല്ലേ. ഓൾവേസ് ഹോളി സ്പിരിറ്റ്, യു ഗൈഡ് മീ, ഇൻസ്പയർ മീ, എന്നെ ഓർപ്പിക്കണം. ഹല്ലേലൂയ. കൂടുതൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുവാൻ, ആത്മാവിൽ നിറയുവാൻ, ആത്മാവിൻ്റെ ശക്തി എനിക്ക് വേണം. ഹല്ലേലൂയ. ദാവീദ് പറയുന്നത് എന്തുവാ? നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം, മനസ്സൊരുക്കമുള്ള ഒരാത്മാവ് എനിക്ക് വേണം. പരിശുദ്ധാത്മാവിൻ്റെ കണക്ടിവിറ്റിയിലേക്ക് നമുക്ക് വരണം. ഹല്ലേലൂയ. അന്നേരം അകമയുള്ള മനുഷ്യൻ ബലപ്പെടണം. നമ്മുടെ ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വേണം. വി നീഡ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:16 വായിച്ചാൽ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ആമേൻ. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. കർത്താവിൽ രക്ഷിക്കപ്പെട്ടവർക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ, കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാനും അറിയണം. എൻ്റെയും കർത്താവിൻ്റെയും മൈൻഡ് ഒരുപോലാകണം. അപ്പം നമ്മുടെ തീരുമാനങ്ങൾ പലതും
ക്രിസ്തു ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനിടയായി തീരും. നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നടക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. ബിക്കോസ് ഹിസ് സ്പിരിറ്റ് ഈസ് വിത്തിൻ അസ്. അവൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്, നമ്മൾ അവനിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ അവൻ്റെ ചിന്തകൾ നമ്മളെ നയിക്കുവാനായിട്ട് തുടങ്ങും, ജഡചിന്തകളെ ജയിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നും ആത്മാവിനാൽ ഒരു ജയം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ച ലേഖനം 2:5-8 വരെയുള്ളൂ. ഫിലിപ്പിയൻസ് 2:5-8. ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദേഹരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആമേൻ. എത്ര നല്ലൊരു മാതൃകയാ. ആമേൻ. ആ മൈൻഡാണ് നമുക്ക് വേണ്ടത്. വി നീഡ് ദാറ്റ് മൈൻഡ്. ഹല്ലേലൂയ. അനുസരണത്തിൽ ദൈവം ആയിരുന്നവൻ ആ സമത്വം മുറുകെ പിടിക്കാതെ അനുസരണമുള്ളവനായി തീരുന്നു, തന്നെത്താൻ താഴ്ത്തി. താഴ്മ നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. നമ്മുടെ ലീഡർ യേശു ക്രിസ്തുവാ, നമ്മുടെ കർത്താവ് യേശുവാണെങ്കിൽ യേശുവിൻ്റെ മൈൻഡ് നമുക്ക് വേണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ യേശുവിൻ്റെ മൈൻഡ് നമുക്ക് വേണം. അവൻ്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെടണം. ഹല്ലേലൂയ. ജഡത്തിൻ്റെ മോഹങ്ങളെ നാം ജയിക്കണം. വി നീഡ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, എനിക്ക് യേശുവിൻ്റെ മൈൻഡ് വേണം, എനിക്ക് യേശുവിനെ പോലെയാകണം. ഹല്ലേലൂയ. എനിക്ക് നിത്യതയിൽ പോണം. ഹല്ലേലൂയ. ഈ ലോകവും ഇതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നതാ. എനിക്കിവിടെ കൊണ്ടുപോകുവാൻ ഒന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. വി ഹാവ് നത്തിങ് ഹിയർ ടു ടേക്ക് ഫ്രം ദിസ് വേൾഡ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ ചില ക്വാളിറ്റീസ്, ഹല്ലേലൂയ, കർത്താവിൻ്റെ തലയോളം വളരുവാൻ അവൻ നമ്മളോട് ആഹ്വാനം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് എൻ്റെ തല വരെ വളരാം, തലയുടെ മോളിൽ കയറല്ലേ. ആമേ. തലയെ കയറിയിരിക്കല്ലേ. തല വളരെ തുല്യതയിൽ വളരാം. എന്തുവാ? അവൻ്റെ സ്വഭാവത്തിൽ നാം വളർന്നു വരണം. അവൻ നമ്മളെ കാണിച്ചു എന്ന മാതൃകയിൽ കാണിച്ച് ജീവിക്കുവാനായിട്ട് ഇടയായി തരണം. ഹല്ലേലൂയ. വായിക്കാം 1 പത്രോസ് 4:1-2 വരെ. 1 Peter 4:1-2. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ടും നിങ്ങളുടെ ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടത അനുഭവിച്ചവർ ജഡത്തിൽ ശേഷിച്ചിരിക്കും. കാലമിനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. നമുക്ക് കഷ്ടം അനുഭവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അപ്പം അറിയാം നമ്മുടെ സ്വഭാവം എന്തുമാണ്. ആമേൻ. കഷ്ടം വിട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അവൻ എന്നെ പറഞ്ഞു എന്ന് ചോദിക്കും. കർത്താവിനെ പറയുക മാത്രമല്ല, ക്രൂശിച്ചു, മുഖത്ത് തുപ്പി, എന്തൊക്കെയാ കർത്താവിനെ ചെയ്തത്. നമ്മളെ എങ്ങാനും പറയണം, നമ്മൾ ആരാന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മുഴുവൻ കുടുംബം പറയും നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഒത്തിരി മാറാനുണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ജീവിച്ച് കാണിക്കുമ്പോൾ തന്നെ സുവിശേഷം ലോകത്തിൽ സ്പ്രെഡ് ആകും. നമുക്ക് പലപ്പോഴും, ഞാൻ അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പ്രസംഗിക്കുക പോലും വേണ്ട, ജീവിച്ചാൽ മതി. ഇന്ന് ജീവിതമില്ല. ആമേൻ. ഇന്ന് ജീവിതമില്ല. എത്ര പേർക്കറിയാം? പ്രസംഗങ്ങളുണ്ട്, ഒരിടത്തും ജീവിതം. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഒന്ന് ജീവിച്ച് കാണിച്ചാൽ അത് മതി. അതൊരു പവറാ.
ഹാലലൂയ. അങ്ങനെങ്കിൽ പത്രോസ് പറയുന്നു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായിട്ട് ധരിക്കാനെന്ന്. അതാ നമ്മുടെ ഹാലലൂയ വെപ്പൺ. ഹാലലൂയ. ഒരാളെ കൂടെ ക്രിസ്തുവിലേക്ക് നേടാൻ ഉള്ള വെപ്പൺ എന്ന് പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവത്തിലേക്ക് വരണം. ആമേൻ. ആ കഷ്ടാനുഭവങ്ങളുടെ അനുഭവത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഇവനിൽ ഒരു മാറ്റമുണ്ട്. ഹാലലുയ. ഇവൻ സേവിക്കുന്ന യേശുവിനെ എനിക്ക് സേവിക്കണമെന്ന് അവർക്ക് തോന്നുന്നു. ഹാലലൂയ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ആമേൻ. ഹാലലൂയ. അതുകൊണ്ട് ശിഷ്ടകാലം പൗലോസ് പറയുന്നത് പോലെ ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനായിട്ടാ. ആമേൻ. എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഞാൻ ജീവിക്കുന്നത്, ഇനി എൻ്റെ ശിഷ്ടകാലം ഞാൻ ജീവിക്കുന്നത് ഫോർ നത്തിങ് എൽസ്. എനിക്ക് വേണ്ടി വില തന്ന യേശുവിനെ ഉയർത്താനാ എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ ഹാലലൂയ ഞാൻ ജീവിക്കുന്നതെന്ന് ഹാലലൂയ നാം പറയുവാനിട്ട് ഇടയായി തീരണം. ഹാലലൂയ. 2 തിമോത്തിയോസ് 1:7 വായിച്ചാട്ടെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് തരിക്കുന്നു, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാ. ആമേൻ. നമ്മൾ ആത്മാവിൽ നിറഞ്ഞ്, ഞാൻ എപ്പോഴും പറയും, നമുക്ക് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജഡത്തിൽ പറ്റത്തില്ല. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ലോകത്തിൻ്റെ എന്തെങ്കിലും ശക്തി കൊണ്ടോ പണം കൊണ്ടോ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം സാമ്പത്തികമായ നന്മകൾ തരുന്ന അവൻ്റെ ആത്മാവിൽ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ അതൊക്കെ വരും. പക്ഷേ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ നാം പണത്തിൻ്റെ പുറകെ പോകണ്ട, ആത്മാവിൻ്റെ ഒരു നിറവിൻ്റെ പുറകെ പോയാൽ മതി. ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് വേണ്ടത് ആത്മനിറവാ, അഭിഷിക്തന്മാരെയാ വേണ്ടത്. ഹാലലുയ. അഭിഷേകത്തിന്റെ ശക്തിയുടെ വ്യാപരണമാ. ശത്രുവിനെ ജയിക്കുവാൻ വേറെ ഒരു ഈസി വഴിയും ഒരു കുറുക്കു വഴിയുമില്ല. ആത്മാവിൽ നാം നിറയണം. പരിശുദ്ധ ആത്മാവിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ മേലും വരണം. ചിലരുടെ മേൽ വരുവാനല്ല, എല്ലാവരുടെ മേലും ആത്മാവിന്റെ ശക്തി വേണം. ഹാലലുയ. ഈ പാപലോകത്തിൽ നമ്മുടെ തലമുറകളെ നയിക്കുവാൻ വേറെ ഒരു വഴിയുമില്ല. ആമേൻ. ആത്മാവിൽ നിറഞ്ഞ് നാം ദൈവത്തെ ആരാധിക്കണം. ആത്മാവിൽ ശത്രുവിന്റെ മണ്ഡലങ്ങളെ നാം വെട്ടണം. ഹാലലൂയ. ആത്മീകമായ ഒരു ജീവിതത്തെ നാം നയിക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സുള്ളവരായിട്ട് അവൻ്റെ കഷ്ടാനുഭവങ്ങളോട് നാം താതാത്മ്യപ്പെടുമ്പോൾ ഹാലലൂയ നമുക്ക് വലിയത് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവൻ്റെ ശരീരത്തിലാ, ഞാൻ അവൻ്റെ ശരീരമാ. നമ്മൾ ഓരോരുത്തരും ചേരുന്നതാ സഭ. വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. ആമേൻ. ഒരു അവയവത്തിന് നൊന്താൽ തലയ്ക്ക് നോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. ഒരാൾ ഭിന്നിച്ചിരുന്നാൽ ഒന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ സഭ യൂണിറ്റി ഉണ്ട്, സഭയിൽ മാത്രമല്ല, എവിടെ യൂണിറ്റി, ഇഫ് ദർ ഇസ് യൂണിറ്റി എവ്രിവെയർ, എവിടെ ഒരുമയുണ്ടോ അവിടെ വലിയ വിജയമുണ്ട്. സഭയിൽ പ്രത്യേകിച്ച് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കമാൻഡ്മെന്റ് ഒരുമ. നിങ്ങളുടെ നടുവിൽ ഞാൻ വരുമെന്ന ഒരു യൂണിറ്റി ഉള്ളതിൻ്റെ നടുവിലാണ് ദൈവം വരുന്നത്. യൂണിറ്റി ഈസ് പവർ. കർത്താവിൻ്റെ ദൈവസഭയ്ക്ക് വേണ്ടത് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ യൂണിറ്റിയാ. നമ്മൾ കർത്താവ് പറഞ്ഞതനുസരിക്കുമ്പോൾ ഒരു മടങ്ങിവരവ്, രക്ഷയുടെ സന്തോഷം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തരാൻ കർത്താവ് മതിയായവനാ. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ അവൻ കൈവിടത്തില്ല. ആമേൻ. ഇപ്പോൾ ആ രക്ഷയുടെ സന്തോഷം ദൈവം നമുക്ക് മടക്കിത്തരും. ആമേൻ. മനസ്സൊരുക്കമുള്ള ഒരാത്മാവ് നമുക്ക് ആവശ്യമാ. ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് ആവശ്യമാ. അപ്പോൾ തന്നെ ഹല്ലേലൂയ. അവസാനമായിട്ട് ഇത് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം. അപ്പോൾ സങ്കീർത്തന, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ, ആദ്യം എൻ്റെ അതിക്രമങ്ങളെയൊക്കെ വിട്ട്, എൻ്റെ പാപവഴികളെയൊക്കെ വിട്ട് ഞാൻ ട്രാൻസ്ഫോമായി, ഞാൻ മാറിക്കഴിഞ്ഞ് പോയിട്ട് വേണം
മറ്റുള്ളവരോട് അതിക്രമങ്ങളെക്കുറിച്ച്, പാപത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പറയണ്ടേ. അപ്പോൾ അവര് എന്താ പറഞ്ഞ? പാപികൾ നിങ്കലേക്ക് മനംതിരിയും. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 7:5 വായിച്ചാട്ട്. കപടഭക്തിക്കാരെ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. കണ്ടോ? കപടഭക്തിക്കാര് മുമ്പേ സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറാം. ആദ്യം നീ നന്നാകുക. ആമേൻ. ഞാനിങ്ങനെ പറയും, ഈ നീന്തറിയാത്ത ഒരു വ്യക്തി, ഞാൻ നല്ലതായിട്ട് നീന്തുന്ന ആളാണ്. മണിമലയാറ്റ് എട്ടും വലിയ ആഴത്തിൽ നീന്തിയിട്ടുള്ള എൻ്റെ ചെറുപ്പത്തിലൊക്കെ. മുങ്ങിച്ചാകുന്ന ഒരുത്തനെ നീന്തറിയാത്തവൻ ചാടി രക്ഷിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? അവൻ വലിച്ചു താക്കും. നമ്മുടെ ജീവിതം പോയി കിട്ടും. അതുകൊണ്ട് ആദ്യം നമ്മൾ നീന്തി പഠിച്ചിട്ട് വേണം മറ്റുള്ളവനെ പഠിപ്പിക്കാൻ നാം പ്രസംഗിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ കണ്ണി കോലിരിക്കുമ്പോൾ കരട് കാണാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും ഇന്ന് മറ്റുള്ളവൻ്റെ കരട് നോക്കിക്കൊണ്ട് നടക്കുക, മറ്റുള്ളവരുടെ കുറ്റം നോക്കിക്കൊണ്ട് നടക്കുക. നമ്മുടെ കോല് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. ആമേൻ. നാം തിരുവചനം പറയുന്നത് 1 തിമോത്തിയോസ് 4:16 വായിച്ചാട്ടെ. നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അമ്മേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ബിക്കോസ് ഞാൻ കണക്ക് ബോധിക്കേണ്ടത് യേശുവിനോടാ. ഇതിനെല്ലാം ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് യേശുവിനോടാ. ഇവിടെ നിന്നതിനും ചെയ്തതിനും എല്ലാം എനിക്ക് കർത്താവിനോട് ബോധിപ്പിക്കണം. അപ്പം ഞാൻ നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ സൂക്ഷ്മതയോടെ കർത്താവിൻ്റെ ഉപദേശത്തെയും കൽപ്പനകളെയും ഞാൻ അനുസരിക്കണം, സൂക്ഷിക്കണം. അതിന് പ്രകാരം ഞാൻ ജീവിക്കണം. ഞാനൊരു മോഡലായിട്ട് ജീവിക്കണം. ബിക്കോസ് ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്നല്ല, കർത്താവ് മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ്. ക്രിസ്തുവിൽ ഞാൻ എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ദാറ്റ് നോട്ട് മീൻസ് മാതൃകയില്ലാതെ ജീവിക്കല്ലെന്നല്ല. ആമേൻ. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ മാതൃകയോടെ ജീവിച്ചിട്ട് വേണം പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും രക്ഷിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നീ നിന്നെയും രക്ഷിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അതുകൊണ്ട് ആദ്യം നമ്മുടെ ജീവിതത്തിലാ ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം മടങ്ങി വരേണ്ടത്. രക്ഷയുടെ സന്തോഷം മടങ്ങി വരുമ്പോഴേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഒരു ബക്കറ്റിൽ വെള്ളമില്ലെങ്കിൽ എങ്ങനെ പകരാൻ പറ്റും? ആത്മനിറവ് നിങ്ങൾക്കില്ലെങ്കിൽ എങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റും? നിങ്ങൾക്കില്ലാത്തത് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? ആമേൻ. എനിക്ക് എന്തെങ്കിലും ഉള്ളതല്ലേ തരാൻ പറ്റത്തുള്ളൂ. ആമേൻ. പത്രോസ് പറഞ്ഞെന്തുവാ? വെള്ളിയും പൊന്നൊന്നും എനിക്കില്ല, ഐ ഹാവ് സ്പിരിച്വൽ പവർ. എനിക്ക് ആത്മീക നിറവുണ്ട്, അത് ഞാൻ തരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാനുണ്ടോ? ഭൗതികമല്ല ഞാൻ പറയുന്നത്, ആത്മീകമായിട്ട് മറ്റുള്ളവനെ കുഴി കിടക്കുന്നവനെ ഒന്ന് കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരുവാനുള്ള ആത്മീക നിറവ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ? രക്ഷയുടെ സന്തോഷം നമുക്കുണ്ടോ? അതില്ലെങ്കിൽ ഇന്ന് മടക്കി പ്രാപിക്കണം. ആമേൻ. അത് മടങ്ങി നമ്മളിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് 1 Peter 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പിൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിട്ട് ഇരിപ്പീൻ. അവരുടെ മുമ്പിൽ നല്ല മനസ്സാക്ഷിയുള്ളവർ. അവർ ചിലപ്പം ദോഷം പറയും, എങ്കിലും എനിക്കൊരുറപ്പുണ്ട്, ഞാൻ ക്രിസ്തുവിൽ ഏറ്റവും നീതിയോടാണ് ജീവിക്കുന്നത്. ബിക്കോസ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് യു, പീപ്പിൾ ആർ യുക്കും. എന്നാലേ നമുക്ക് ആരെയെങ്കിലും രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, എനിക്കും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെങ്കിൽ ഇന്ന് രക്ഷയുടെ സന്തോഷത്തിലേക്ക് മടങ്ങി വേണം. 2-3 കാര്യമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. ഒരിക്കലും ജീവിതത്തിൽ മറന്നുപോകല്ലേ. കർത്താവ് നമ്മളെ വിശ്വാസത്താൽ നീതീകരിച്ചതാ, നമ്മളെ രക്ഷിച്ചതാ. പക്ഷേ
ഹാലലൂയ, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയ്, ലോർഡ് ഐ വാണ്ട് ഇറ്റ് ബാക്ക്. അതെനിക്ക് തിരിച്ചു വേണം. ഹാലലൂയ, എനിക്ക് മനസ്സൊരുക്കമുള്ള ഒരാത്മാവ്, നിൻ്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുവാൻ ആത്മീകമായ ഒരു കണക്ഷൻ എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്കിന്ന് മടക്കി വേണം. എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വേണം. ക്രിസ്തുവിൻ്റെ ഓരോ ഇടപെടലുകൾക്കും എനിക്ക് മനസ്സിലാക്കാൻ വേണം. അതുപോലെ തന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ ഈ രക്ഷയുടെ സന്തോഷം പ്രാപിച്ച് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനും നമുക്കിടയാകണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. കർത്താവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ, ഞങ്ങളിൽ കർത്താവേ ഹാലലൂയ ആ രക്ഷയുടെ സന്തോഷം എപ്പോഴാ എവിടാ നഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ലോർഡ്, ഗിവ് ഇറ്റ് ബാക്ക്. അത് മടക്കി തരണമേ അപ്പച്ച. ആ രക്ഷയുടെ സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ക്രിസ്തുവിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് തരണമേ. മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനെ തരണമേ പിതാവേ. മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവെ മാതൃകയോടെ ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് യേശുവിനെ പറഞ്ഞു കൊടുത്ത് അവരെ യേശുവിന് വേണ്ടി നേടുവാൻ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണം. ഓരോരുത്തരുടെ മേലും പകരണം. വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ആത്മപ്രവൃത്തി വരുന്ന ആളുകളിൽ സഭയിൽ വെളിപ്പെടണം. പൊന്നുതിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. യേശുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.